ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ മലയാളം 1ാമത്തെ ചാപ്റ്റർ അടുക്കള. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പോൾ അടുക്കളയോ? അടുക്കളയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ടെക്സ്റ്റൊക്കെ എടുത്ത് വായിക്കുക. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരു മറന്നുവെച്ചു ഈ അടുക്കള? എന്താണ് കവിത ആരംഭിക്കുന്നത്? സമൃദ്ധിയുടെ ഒരു വലിയ ചിത്രം വരച്ചുകൊണ്ടാണ്. നെല്ലും ഗോതമ്പും മുതൽ കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വരെ മത്സരിച്ച് വിളയുന്ന ഫലഭൂയിഷ്ഠമായ ഒരു താഴ്വര. ആടും കോഴിയും താറാവും പന്നിയുമെല്ലാം ഒരുമിച്ച് മേയുന്ന സന്തോഷകരമായ ഒരു വീട്. ഈ സമൃദ്ധിയിലും സന്തോഷത്തിലും ലയിച്ചു ചേരാതെ വേറിട്ടു നിൽക്കുന്ന ഒന്നായിട്ടാണ് കവി അടുക്കളയെ അവതരിപ്പിക്കുന്നത്. ഇത്രയധികം സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരിടത്ത് ഈ അടുക്കള ആരുടെയോ ഓർമ്മക്കുറവിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ നിലകൊള്ളുന്നു. ഇത് സൂചിപ്പിക്കുന്നത് പുറമേയുള്ള ഈ സമൃദ്ധി ഉണ്ടാക്കുന്നതിനും നിലനിർത്തുന്നതിനും കാരണമായ അടുക്കളയെ സമൂഹം സൗകര്യപൂർവ്വം മറക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഈ അടുക്കളയുടെ ഉടമസ്ഥതയെക്കുറിച്ച് കവി നടത്തുന്ന ചിന്ത എന്താണ്? എൻ്റെ അമ്മയുടെ 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 അമ്മയായിരിക്കാം അടുക്കളയിലെ ഈ അടിമത്തം തലമുറകളായി സ്ത്രീകൾ പേറുന്ന ഒന്നാണെന്ന് വ്യക്തമാക്കുന്നു. അതൊരു വ്യക്തിയുടെ കഥയല്ല, മറിച്ച് ഒരു വംശത്തിൻ്റെ മുഴുവൻ കഥയാണ്. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്തു തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു, എഴുന്നേറ്റു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വരികളിൽ നിന്നും അടുക്കളയ്ക്കുള്ളിലെ അവസാനമില്ലാത്ത ജോലികളുടെ വിവരണമാണ്. ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ ഒരു യന്ത്രം പോലെ അടുക്കളയിലെ ഒരാൾ, ആ ആളാണ് സ്ത്രീ, നിർത്താതെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നുറുക്കൽ, വൃത്തിയാക്കൽ, പാകം ചെയ്യൽ, രുചി നോക്കൽ, കഴുകി വൃത്തിയാക്കൽ എന്നിങ്ങനെ എണ്ണമറ്റ ജോലികളുടെ ഒരു പ്രവാഹം തന്നെ കവി അവതരിപ്പിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വയൽക്കര ഇപ്പോഴില്ലാത്ത TP രാജീവനാണ് എഴുതിയിട്ടുള്ളത്. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി എന്ന പ്രയോഗം ആ ജീവിതത്തിൻ്റെ വിശ്രമമില്ലായ്മയെ തീവ്രമായി അനുഭവപ്പെടുത്തുന്നു. പേരോ മുഖമോ ഇല്ലാത്ത ആ ഒരാൾ ഒരു വ്യക്തിയല്ല, മറിച്ച് അടുക്കളയെന്ന ചക്രത്തിൽ പെട്ടുപോയ സ്ത്രീ സമൂഹത്തിൻ്റെയാകെ പ്രതിനിധിയാണ്. അവൾ നിലത്തും മേശപ്പുറത്തും ബാക്കിയായ ഭക്ഷണാവശിഷ്ടങ്ങൾ തുടച്ച് വൃത്തിയാക്കിയും പാത്രം കഴുകി നിരത്തി വച്ചും ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ അധ്വാനത്തിന് ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വരി കവിതയുടെ മുഴുവൻ ആശയത്തെയും മാറ്റിമറിക്കുന്നു. പുറത്തുള്ള സമൃദ്ധിയും അകത്തെ അനന്തമായ പാചകവും ആരുടെയോ വിശപ്പ് മാറ്റാനാണ്. എന്നാൽ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ അടുക്കളയിൽ തന്നെ ഒരാൾ വിശന്ന് കരയുന്നു എന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. ആ വിശന്ന് നിലവിളിക്കുന്ന ഒരാളുടെ കരച്ചിൽ ആ സ്ത്രീയെ വീണ്ടും വീണ്ടും അടുക്കളയിൽ തന്നെ തളച്ചിടുന്നു. അതിലുപരി അത് ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ തന്നെ വിശപ്പാണ്. സ്നേഹത്തിനും അംഗീകാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള വിശപ്പ്, സ്വന്തമായ ഒരു ലോകത്തിനും വ്യക്തിത്വത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം. കവിതയിലെ പുതിയ പദങ്ങളാണ് മാർദ്ദവം, മൃദുലത, തൂവുക, ചൊരിയുക, വിതറുക എന്നർത്ഥം വരുന്നു. വിളയുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, നുറുക്കുക എന്ന് പറഞ്ഞാൽ
കഷ്ണം കഷ്ണങ്ങളാക്കുക, അരിയുക എന്നർത്ഥം. കവിതയിലേക്ക്. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? ആൻസർ നമുക്ക് നോക്കാം. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് ഈ കവിതയിൽ പറയുന്നുണ്ട്. നെല്ലും ഗോതമ്പും ബാർലിയും ചോളവുമെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും വിളഞ്ഞു നിൽക്കുന്ന താഴ്വരയാണത്. അതുപോലെ ആ വീട്ടിൽ ആടും കോഴിയും താറാവും പന്നിയുമെല്ലാം മേഞ്ഞു നടക്കുന്നുണ്ട്. ഇതെല്ലാം കവിതയിൽ സൂചിപ്പിച്ച സമൃദ്ധികളാണ്. അടുത്ത ചോദ്യം, അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കറിക്ക് നുറുക്കണം, മീൻ നന്നാക്കണം, ഇറച്ചി വെട്ടണം, അരിയോ ഗോതമ്പോ ആട്ടണം, ചോറുണ്ടാക്കണം, മല്ലിയും മുളകും അരച്ചുകൊണ്ടിരിക്കണം, ഇഞ്ചിയും പുതിനയും ചതയ്ക്കണം, പാകം ചെയ്യുന്നവയിൽ നിന്ന് ഉപ്പും മുളകും പുളിയും മധുരവും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം, കഴിച്ച സ്ഥലം വൃത്തിയാക്കണം. അങ്ങനെ ഒരുപാട് ജോലികൾ അടുക്കളയിൽ ചെയ്യാനുണ്ട്. ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ ഇപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, വിശന്നു നിലവിളിക്കുന്നവർ. അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതാരായിരിക്കും? അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരോ സ്ത്രീകളോ ആയിരിക്കും. ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിക്കാൻ കാരണമെന്താവും? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ആൻസർ നോക്കാം. അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാളേറെ ആവശ്യക്കാരും ആ സമയത്ത് എത്തുന്ന അതിഥികളും ഉള്ളപ്പോൾ വിശപ്പ് തീരാതെയും ഒന്നും കഴിക്കാൻ കിട്ടാതെയും ഇരിക്കുന്ന പാചകം ചെയ്യുന്ന ആളെക്കുറിച്ച് തന്നെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അടുക്കളയിലെ പണികൾ തീരുന്ന സമയം ഇല്ലതാനും. ഒരു പാചകം കഴിഞ്ഞു അതിൻ്റെ വൃത്തിയാക്കലും മറ്റും കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിൻ്റെ സമയമാകും. ഇതിനിടയിൽ അടുക്കളക്കാരിക്ക് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം കഴിച്ചോ എന്ന് ആരെങ്കിലും തിരക്കാനോ ഉണ്ടാവാറില്ല. അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് അടുക്കളക്കാരിയായ ആ സ്ത്രീ തന്നെയായിരിക്കും. മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. സംക്രമണം. ആറ്റൂർ രവിവർമ്മ. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണു ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണു ഞാൻ. പ്രതിഷ്ഠ. സാവിത്രി രാജീവൻ എഴുതിയിട്ടുള്ളതാണ്. ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഭംഗിയോടുകൂടെ അവതരിപ്പിച്ച ഒരു കവിതയാണ് അടുക്കള. അത്തരത്തിൽ ആശയം തരുന്ന രണ്ട് കവിതകളാണ് ആറ്റൂർ രവിവർമ്മയുടെയും സാവിത്രി രാജീവിൻ്റെയും. ഒരു സ്ത്രീയുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും മറ്റു ചുറ്റുമുള്ളവർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉറക്കമോ വിശ്രമമോ ഇല്ലാത്ത ജീവിതം. രാവിലെ നേരത്തെ എഴുന്നേറ്റു ജോലി തുടങ്ങുകയും മയക്കമോ വിശ്രമമോ ഇല്ലാതെ അത് തുടരുകയും ചെയ്യുന്ന ജീവിതം. ഇത് സംക്രമണം എന്ന കവിതാഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഉപകരണത്തെ പോലെയാണ് സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത്. മാത്രമല്ല, കുട്ടികൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന യന്ത്രമാണെന്നും പറയുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഇത്ര മനോഹരമായി ഇനി വർണ്ണിക്കാൻ സാധിക്കുകയില്ല. പ്രതിഷ്ഠ എന്ന കവിതാഭാഗത്തിലൂടെ സാവിത്രി രാജീവൻ ഇത് സാമാന്യമായി ചെയ്തിരിക്കുന്നു. സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ വിഷമങ്ങളെയും മാനസികാവസ്ഥയെയും വളരെ മനോഹരമായാണ് ഈ 3 കവിതകളിലും വർണ്ണിച്ചിരിക്കുന്നത്. കാലം മാറും തോറും ഇതിനെല്ലാം മാറ്റം വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.